മകരവിളക്കിന് സന്നിധാനത്തെത്തിയ തിരുവാഭരണ ഘോഷയാത്ര മടങ്ങുക 20-ന്. മണ്ഡല മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി രാജപ്രതിനിധി അയ്യപ്പനെ കണ്ടു തൊഴുത് തിരുവാഭരണങ്ങളുമായി തിരികെ യാത്ര ആരംഭിക്കും. പെരിനാട് അയ്യപ്പ ക്ഷേത്രത്തിലും ആറന്മുള കൊട്ടാരത്തിലും മടക്കയാത്രയിൽ തിരുവാഭരണങ്ങൾ കണ്ടു തൊഴാൻ ഭക്തർക്ക് അവസരമൊരുക്കും. പന്ത്രണ്ടിന് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഇന്നലെ വൈകിട്ടാണ് ശബരിമല സന്നിധാനത്തെത്തിയത്. 19 വരെയുള്ള ദിവസങ്ങളിൽ ശബരീശന് തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദർശനം. 20-ന് പുലർച്ചെ രാജപ്രതിനിധി തൊഴുത് 18-ാം പടി ഇറങ്ങുന്നതോടൊപ്പം തിരുവാഭരണങ്ങളും മടക്കയാത്ര ആരംഭിക്കും. ആഭരണപ്പെട്ടികൾ ശിരസിലേറ്റി പരമ്പരാഗത കാനനപാതയിലൂടെ തന്നെയാണ് മടക്കവും. പമ്പയിൽ നിന്ന് കൊച്ചുപമ്പ, ചെറിയാനവട്ടം, വലിയാനവട്ടം വഴി അട്ടത്തോട്ടിലെത്തി സംഘം വിശ്രമിക്കും. തുടർന്ന് ഇലവുങ്കൽ, ചെളിക്കുഴി, ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് ആദ്യ ദിവസം താവളമടിക്കുന്നത്. 21-ന് പുലർച്ചെ 6-ന് ലാഹയിൽ നിന്ന് തിരിക്കുന്ന സംഘം സ്രാമ്പിക്കൽ പെരുനാട് വഴി പെരുനാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലെത്തും. ഇവിടെ ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. പന്തള രാജാവ് നിർമ്മിച്ചതാണ് പെരുനാട് ക്ഷേത്രം. 22-ന് പുലർച്ചെ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. വടശ്ശേരിക്കര, ചെറുകോൽ, അയിരൂർ പുതിയകാവ്, പാമ്പാടിമൺ വഴി ആറന്മുള കൊട്ടാരത്തിലാണ് അന്ന് വിശ്രമം. കൊട്ടാരത്തിൽ തിരുവാഭരണങ്ങൾ ഭക്തർക്കായി തുറന്ന് പ്രദർശിപ്പിക്കും. 23-ന് പുലർച്ചെ പന്തളത്തേക്ക് പുറപ്പെടും. കിടങ്ങന്നൂർ പൈ വഴി കുളനട ദേവീക്ഷേത്രം വഴി പന്തളം കൊട്ടാരത്തിലെത്തും. ആഭരണപ്പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാര നിർവാഹക സംഘം ഭാരവാഹികൾ ഏറ്റുവാങ്ങി സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. അയ്യപ്പന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനാണ് പിന്നീട് തിരുവാഭരണങ്ങൾ ദർശനത്തിനായി പുറത്തെടുക്കുന്നത്. ജനം, പത്തനംതിട്ട.